Come on. 100 മാപ്പിളാര് പള്ളിയിലേക്ക് പോയി. 100 മാപ്പിളാര് പള്ളിയിൽ നിസ്കരിക്കാൻ പോയി. അതിലത്തെ 100 മാപ്പിള പള്ളിയിൽ തിരിച്ചു വന്നു. പള്ളിയിൽ എത്ര മാപ്പിളാര്? നമ്മൾ പാനിപൂരി കഴിക്കാൻ വന്നിരിക്കുകയാണ്. അതെ, സിസ്റ്റേഴ്സ് ആണ് ഈ നിൽക്കുന്നത്. എന്താ പറയൂ നീ അതൊക്കെ അതില് കുടിപ്പിക്കുകയാണ്. ഗൈസ്, അപ്പൂപ്പ പറയണം അമ്മൂമ്മയ്ക്ക് പാനിപൂരി മേടിച്ചു കൊടുക്കാറില്ല. അമ്മൂമ്മ ഇവിടെ ഒന്നും ചിരിക്കുന്നു. Welcome back to my YouTube channel. It's me, Nandus, and you're watching Nandus Tricks. അപ്പോൾ ഇന്നത്തെ ഈ പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ Day 4 ഇൻ പൂനെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ യൂട്യൂബ് ചാനൽ കുറച്ച് നാളായിട്ട് ഇങ്ങനെ പൂനെ പോകുന്ന വ്ളോഗ്സും പിന്നെ അവിടുത്തെ കല്യാണം അതൊക്കെയാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. സോ നമ്മുടെ കല്യാണം അതൊക്കെ കഴിഞ്ഞു. സോ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ പോയി കാണാം. 26th ആണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഈ വ്ളോഗിൽ ഞാൻ 26th നടന്ന കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ സാഡസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് നമ്മൾ ആ ദിവസം തന്നെയാണ് തിരിച്ച് നാട്ടിലേക്ക് വന്നത്. സോ ഞാൻ ഓൾറെഡി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇന്ന് ഇൻട്രോ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ഒട്ടും വൈകിക്കേണ്ട, വേഗം പോയി എന്താണ് നടന്നതെന്ന് കണ്ടിട്ട് വരും. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഹലോ ഗായ്സ്, ഇത് നമ്മുടെ Day 4 ഇൻ പൂനെ. സോ നമ്മളിന്ന് രാത്രി ഇവിടുന്ന് പോകും ഗൈസ്. അപ്പോൾ ഇപ്പോൾ രാവിലെയാണ്, സമയം ഏകദേശം 8:50 ആയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളിപ്പോൾ അമ്മു ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, അമ്മു ചേച്ചിയും ചേട്ടനും ഒക്കെ ഇന്ന് അങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ ആയിരിക്കും. നമ്മൾ രാത്രിയാണ് പോകുന്നത്. ഞങ്ങളുടെ ട്രെയിൻ 10 മണിക്കൊക്കെയാണ്. സോ ഞങ്ങൾ റൂമിൽ നിന്ന് റെഡിയായി ഇറങ്ങി അമ്മു ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ അങ്ങനെ അമ്മുച്ചേച്ചിയുടെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു നമ്മൾ സൈഡിൽ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വിൽക്കണത് കണ്ടത്. സോ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അവിടെ അപ്പുറത്തായിട്ട് ഞാവൽപ്പഴം ഉണ്ടായിരുന്നു. സോ അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആൻഡ് ഇതേ നമ്മൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണേ അങ്ങോട്ടേക്ക്. വെയിൽ കാണുന്നതിൽ ഇതാണ് ഗൈസ് പൂനെത്തെ വെയിൽ. ഞങ്ങൾ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ വെയിൽ വരുന്നത് കാണുന്നത്. കാരണം നമ്മൾ വന്ന സമയത്ത് മൊത്തം മഴയും പിന്നെ കുറച്ച് മൂടലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ വെയിൽ കണ്ടത് ഇത് ആദ്യമായിട്ടാണ്. സോ ഞാൻ വേഗം തന്നെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തി ഫുഡ് കഴിക്കുമായിരുന്നു. ഇഡ്ഡലി, വട ആൻഡ് സാമ്പാർ, പിന്നെ ചട്നി ഉണ്ടായിരുന്നു. നമ്മൾ സാമ്പാറാണ് എടുത്തത്. നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ചു. പിന്നെ വെള്ളിച്ചം പറഞ്ഞു നമ്മളെ പാർക്കിൽ കൊണ്ടുപോകാണ്. ഓക്കെ, സോ നമുക്ക് അങ്ങോട്ട് പോകാം. പാർക്കിലോട്ട് ശരിക്കും പറഞ്ഞാൽ നടക്കേണ്ട ദൂരമുള്ളൂ. അറൗണ്ട് ഒരു 400 meters ഒക്കെ ഉണ്ടാവും. പക്ഷെ രാവിലെ നമ്മൾ കാറിൽ രവിലേച്ച് കൊണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ, അമ്മു, അപ്പൂപ്പ, പിന്നെ നമ്മുടെ കൂടെ ചന്ദ്രശേഖരൻ അങ്കിളും ഉണ്ടേ. സോ നമ്മളങ്ങനെ പാർക്കിലെത്തി. അപ്പോൾ ഈ പാർക്ക് അത്യാവശ്യം നമുക്ക് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പാർക്ക് തന്നെയാണ്. അപ്പോൾ രവിലേച്ച് നമുക്ക് കാണിച്ചു തരാണ് അങ്ങോട്ട് നടക്കാനുള്ള സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ പാർക്കിലെത്തി അല്ലേ? ഹിന്ദിയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. ഇത് ആന കെട്ടിയിട്ടിരിക്കണോ ആനനെ? ആന ഓടാണ്ടിരിക്കാനാണ്, കൊമ്പനാണ് തോന്നുന്നു. ഈ പാർക്കിന് ബേസിക്കലി 2 സൈഡ്സ് ആണുള്ളത്.
ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. സോ നമ്മൾ ആദ്യം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് റൈറ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടത് കുറേ തരത്തിലുള്ള ചെടികൾ ആൻഡ് കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെടികളായിരുന്നു അവിടെ. സോ ഒരു പ്ലാന്റ് ലവറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടന്നുകൊണ്ട് ഇതിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കാം. നമ്മളതിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ചെടിയൊക്കെ നോക്കി ഇതെന്താണ് അതെന്താണെന്നൊക്കെ ചോദിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ. ആൻഡ് നമ്മൾ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫിസിക്കലി നമുക്ക് എക്സസൈസ് ഒക്കെ തരുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. സോ നമ്മളിപ്പോൾ റൈറ്റ് സൈഡാണ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കണേ. ഈ സൈഡ് ആരും ഇല്ല. നടക്കാനൊക്കെ നല്ല രസമുള്ള പാർക്ക്. ഇപ്പുറത്ത് തന്നെ ഈ താറാവ് താറാവ് ആണോ. ഇന്ന് നമ്മൾ വന്ന കാലാവസ്ഥ നല്ലതാണല്ലേ. ഇത്ര ദിവസം ഇവിടെ നല്ല മഴ മൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറ്റൽ മഴയായിരുന്നു. പക്ഷെ ഇന്ന് ഇത്തിരി വെയിലുണ്ട്. എന്നാൽ ഒരുപാട് ചൂടൊന്നും തോന്നണില്ല. കുട്ടികൾക്കാണ്, പോത്ത് പോലെയുള്ളവർക്കല്ല. ബാബാ നീയൊക്കെ പോത്തായി വാ ബാബാ. അപ്പൊ അമ്മ വളർന്നു ഗൈസ്. അരേ പട്ടിക്കുട്ടി ഗൈസ്, കുഞ്ഞു പട്ടികൾ. ഗൈസ് ഈ പാർക്കിൽ 2 പപ്പീസ്. അയ്യോ നമ്മളെ കാണുമ്പോ ഓടിപ്പോണു. നമ്മളെ കണ്ട് പേടിച്ചു വിട്ടത്. ബാ 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 ബാ. ഗൈസ് അവർ പേടിച്ചിരിക്കുകയാണ്. ഓ മറ്റേ ബ്രൗണിന്റെ കണ്ണ് നോക്ക്. വരില്ല ബാ. ഗൈസ് അവർ പേടിച്ചിരിക്കുകയാണ്. ബാ. ഇവിടെ നടക്കാൻ നല്ല രസമുണ്ട്. ആൻഡ് നമുക്കിപ്പോൾ ഈവനിങ് വാക്ക്, ഒരു നല്ലൊരു ജോഗിങ്ങിനൊക്കെ ഉള്ള പാർക്കാണിത് അല്ലേ. നടക്കാനും പിന്നെ അതുപോലെ ഒന്ന് പീസ്ഫുൾ ആയിട്ട് ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ഗൈസ്. ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദിസ് സൈഡ്. ഇതിൻ്റെ എൻഡാണ് ഇവിടെ. ഇനി നമ്മൾ നേരെ തിരിച്ച് നടക്കണം. നമുക്കിനി അടുത്തത് അപ്പുറത്തെ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാം അല്ലേ. ബാംബൂസ് ഉണ്ട് കുറേ, കണ്ടോ. ഇതൊക്കെ ബാംബൂസാണ്. ഇവിടെ ഉള്ളതൊക്കെ ബാംബൂസാണ്. ബാംബൂസ് ഒരെണ്ണത് എവിടെ നിൽക്കുന്നുണ്ടല്ലോ കുരങ്ങൻ. പോക്കറ്റിലും കെട്ടിട്ട് വരുന്നുണ്ട്. ഇനി ആ സൈഡ് നടക്കാൻ നല്ല രസമുണ്ട് അല്ലേ. അപ്പൂപ്പയ്ക്കൊക്കെ ഇഷ്ടപ്പെടും. ബാംബൂസ് കുറേ ഉണ്ട്. എനിക്കൊരു കാര്യം അറിയോ, ഈ ബാംബൂസ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് ഫ്ലവർ ഇടത്തുള്ളൂ. പക്ഷെ ആ ഫ്ലവർ ഒരു പൂവാണെങ്കിലും തൗസൻഡ്സ് ഓഫ് സീഡ്സ് ഉണ്ടാവും അതിൽ. അതുകൊണ്ടാണ് ഇപ്പം ഒരു സ്ഥലത്ത് തന്നെ കണ്ടോ കുറേ ബാംബൂസ് ഇങ്ങനെ നിൽക്കുന്നത്. ഒരു ബാംബൂ എന്നുള്ള ഒരു ഫ്ലവർ, ഒരു കുഞ്ഞ് ലൈക്ക് ഒരു ഫ്ലവർ തന്നെയാണെങ്കിൽ കുറേ സീഡ്സ് ഉണ്ടാവും. അപ്പോൾ ബാംബൂ ജീവിതത്തിൽ ഒരിക്കലേ ഫ്ലവറുള്ളൂ. പക്ഷെ ഭയങ്കരമായിട്ട് നമുക്ക് ബാംബൂസ് കിട്ടിക്കൊണ്ടിരിക്കും ഒരെണ്ണത്തിന് തന്നെ. സോ അതാണ് ബാംബൂസിൻ്റെ പ്രത്യേകത. ഞങ്ങളങ്ങനെ റൈറ്റ് സൈഡ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞതും ഇവിടെ ഫ്രണ്ടിൽ തന്നെ വന്നു കേട്ടോ. അതിൻ്റെ ഇപ്പുറത്താണെങ്കിൽ നമുക്ക് പോകേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്ക്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നമുക്കിവിടെ ശിവൻ, പാർവതി ആൻഡ് ഗണപതി ഇവർ 3 പേരെയും ഒരു സ്റ്റാച്ചു പോലെ അവിടെ ഉണ്ടായിരുന്നു. സോ നമ്മൾ ജസ്റ്റ് ഒരു ഹൈഫൈ കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഹൈഫൈ ഒക്കെ കൊടുക്കുകയാണ് ദൈവത്തിന്. അത് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തു ജസ്റ്റ്. ഓക്കെ, അവിടെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ കാലിൻ്റെ അടിയിൽ. സോ നമ്മളതൊക്കെ തൊട്ടിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. ആൻഡ് നമ്മൾ പറയായിരുന്നു മുരുകനെ കാണുന്നില്ല എന്ന്. സോ മുരുകൻ എവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മുരുകൻ എങ്ങോട്ടോ പോയിരിക്കുകയാണ് ഗൈസ്. എന്തായാലും ഇപ്പോൾ മുരുകൻ അവരുടെ കൂടെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ വരുമ്പോൾ കണ്ട നമ്മുടെ ആനക്കുട്ടനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് വെറുതെ അതിൻ്റെ അടുത്ത് പോയി നമ്മൾ നിന്ന് ഇങ്ങനെ നോക്കാൻ എന്തുണ്ടാക്കിയാണ് ഉണ്ടാക്കിയെന്ന്.
സോ ഗൈസ് നമ്മളങ്ങനെ ദേ നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് നടന്ന് പോവുകയാണ്. അപ്പോൾ ഈ സൈഡിലാണ് കുറച്ചും കൂടി നമുക്ക് കിഡ്സിനൊക്കെ കളിക്കാൻ പറ്റുന്ന കുറച്ച് സ്ലൈഡ്സും പിന്നെ കുറേ തരത്തിലുള്ള സ്റ്റാച്യൂസ് ഉണ്ടായിരുന്നു അവിടെ. ഈ റൈനോ, അപ്പുറത്ത് മാൻ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെയിൻലി കുട്ടികൾക്ക് കളിക്കാനുള്ള സ്വിങ് അത് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ആൻഡ് കുട്ടികൾക്ക് മാത്രമല്ല ഗൈസ്, ഇവിടെ കുറച്ച് നമുക്ക് ഒത്തിരി വലുതായവർക്കും നമുക്ക് എക്സസൈസ് ചെയ്യാൻ പോലത്തെ കുറച്ച് മിനി ജിമ്മൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി അത് പോയി കാണാം. ഈ സൈഡ് വന്നപ്പോഴാണ് ഇത്രയധികം സംഭവങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇത് ബേസിക്കലി വന്നിട്ട് അമ്മ ഇപ്പോൾ കാണിച്ചു തരും. അതായത് നമ്മുടെ കൈ ഇങ്ങനെ വെച്ച് എക്സസൈസ് ചെയ്യേണ്ടതാണ്, നമ്മൾ വണ്ടി ഓടിക്കുന്നത് പോലെ, മീൻസ് കാർ ഓടിക്കുന്നത് പോലെ. അടുത്തത് നമ്മുടെ കാലിനും നമ്മുടെ ഹിപ്പിനും എക്സസൈസ് തരുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇത് അമ്മു നിന്നിട്ടാണ് ചെയ്തത്, ആൻഡ് ഇരുന്നിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അപ്പൂപ്പയോട് നമ്മൾ ചെയ്യാൻ പറഞ്ഞു, പക്ഷെ അപ്പൂപ്പ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അങ്കിള് കയറിയിരുന്നു കേട്ടോ. എന്നിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അപ്പൂപ്പയ്ക്ക് ചെറിയ കോൺഫിഡൻസ് വന്നു. അങ്ങനെ അപ്പൂപ്പയും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൂപ്പയും ട്രൈ ചെയ്യുന്നുണ്ട്. അമ്മു ആണെങ്കിൽ അവിടെ സൈക്കിൾ ചവിട്ടുന്ന പോലത്തെ ഒരു സംഭവത്തിൽ നിന്ന് അവളും അവിടെ ഇരുന്ന് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പൂപ്പ ഇതെങ്ങനെ കയറി മെല്ലെ എങ്ങനെയൊക്കെയോ കയറി ഇരുന്ന് അപ്പൂപ്പയും ചെയ്യുന്നുണ്ട്. അപ്പൂപ്പയ്ക്ക് ഇത് മാത്രമാണ് കുറച്ച് ഇഷ്ടമായത്. കാരണം ഇത് ഭയങ്കരമായിട്ട് ഇതുള്ള ഒരു ഹാർഡായിട്ട് നമുക്ക് ജസ്റ്റ് വന്നിങ്ങനെ ഹിപ്പ് റൊട്ടേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പം മുകളിലൊരു വിമാനം പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് എല്ലാവരും അങ്ങോട്ട് നോക്കി നിൽക്കണേ. പക്ഷെ വീഡിയോയിൽ അത് കാണുന്നില്ല, നേരിട്ട് കാണുന്നുണ്ടായിരുന്നു. ഇത് എനിക്കിഷ്ടമാണ്. ഇങ്ങനെ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കൂളിൽ ഞാൻ എപ്പോഴും ചെയ്യും. 2 കൈ വേണമല്ലോ, പക്ഷെ ഈ കൈ പിടിച്ചിട്ട് അങ്ങനെ ഞാൻ തിരിച്ചു വരിക്കൂ. Come on. ഒന്ന് വരിക്ക്. ഈ കൈ വിട്, നമ്മളാക്കി തരാം. ഒരുപാടിട്ട് മുക്കണ്ട. ഇങ്ങനെ ഭയങ്കര ടൈറ്റാണ്. മാറി ഞാൻ നോക്കട്ടെ. ഓ, ഇതിങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ ഇതിനിങ്ങനെ കൊണ്ടുവരണം. ഗൈസ്, അപ്പൂപ്പ ഇന്ന് രാവിലെ തൊട്ട് അമ്മൂമ്മയുടെ ഫോണിൽ വരുന്ന എല്ലാവരോടും സംസാരിച്ചു. അടിപൊളിയുണ്ടല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ച് നൈസ്. ഓക്കെ, ഇത് പുഴയുടെ സൈഡാണ്. ബാ ഗായ്സ്, ഇവിടെ ഒരു പുലി നിൽക്കുന്നു. പുലിയെ നമുക്ക് ഇടിക്കാം ഗായ്സ്. ഹലോ മിസ്റ്റർ. അയ്യോ, എൻ്റെ ചെവി പോയി. കുറച്ചേരം ചില്ലായിട്ടിരിക്കുകയാണ്. ഉറക്കം വരുന്നു. നല്ല കാറ്റുണ്ട് ഇവിടെ പുഴയുടെ സൈഡൊക്കെ ആയിട്ട്. വാവ്, നൈസ് വെളിച്ചം. ഉറങ്ങാൻ ഇവിടെ കിടന്ന ഇവിടെ എല്ലാം ഉണ്ട്. ജിമ്മുണ്ട്. ജിം മീൻസ് ചെറിയ രീതിയിലുള്ള ഫിറ്റ്നസ് എക്സസൈസ് അങ്ങനത്തെ സംഭവമുണ്ട്.
പിന്നെ നടക്കാനുള്ള സ്ഥലമുണ്ട്, കുറേ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, പിക്നിക്കൊക്കെ വരുന്ന പോലെ. നൈസ് ഗൈസ്. വാലില്ലാത്ത മാൻ, ഒന്നിന് ഒരു പുലിക്ക് ചെവിയില്ല. ഈ മാൻ പെൺമാനാണ് കേട്ടാ. എന്താണ്? ഓ ഇതാണ്. ഓ ഐ സി. ഇതാ ഗൈസ് റൈനോ. ഇത് റൈനോ ആണ്, ഹിപ്പോപ്പൊട്ടാമസ് അല്ല ഇത് റൈനോ ആണ്. നമ്മുടെ കണ്ണുമില്ല മൂക്കും. ഇതെന്താ കണ്ണ്? മുഴയാണോ? മഴ. ഹലോ മിസ്റ്റർ റൈനോ, സുഖമല്ലേ? ആ ഹിപ്പോപ്പൊട്ടാമസിന് ഇതില്ല, ഈ സാധനം ഇല്ല, പക്ഷെ കാണാൻ ഇതുപോലെയാണ് ഏകദേശം. ആ ഗൈസ് അപ്പൂപ്പയെ കാണാനില്ല. അങ്ങനെ അപ്പൂപ്പയെ കിട്ടി. ആ എവിടെയായിരുന്നു? വെള്ളം വാങ്ങാൻ പാർക്കിൽ നിന്ന് ഇറങ്ങി ഇപ്പം നമ്മൾ വീട്ടിലേക്ക് നടന്ന് പോവാണ്. നടക്കും ഒരു 400 മീറ്റേഴ്സൊക്കെയാണ് ഉള്ളത്. വരുമ്പോൾ നമ്മൾ കാറിലാണ് വന്നത്, പോകുമ്പോൾ നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ മെല്ലെ മെല്ലെ നടക്കുകയാണ്. സോ ഇത് പൂനെയിലുള്ള IT പാർക്കാണ്. ആൻഡ് അപ്പൂപ്പ എന്നോടൊരു കുസൃതി ചോദ്യം ചോദിച്ചു. അപ്പൂപ്പ സ്ഥിരം ചോദിക്കണ കാരണം എനിക്കതിൻ്റെ ആൻസർ അറിയാം. അപ്പോൾ നമുക്കിനി അങ്കിളിനോടും കൂടി അപ്പൂപ്പയുടെ ചോദ്യം ചോദിക്കാം. അങ്കിൾ, അപ്പൂപ്പ ഒരു ചോദ്യം ചോദിക്കൂ. 100 മാപ്പിളാർ പള്ളിയിലേക്ക് പോയി. 100 മാപ്പിളാർ പള്ളിയിൽ നിസ്കരിക്കാൻ പോയി. അതിലത്തെ 100 മാപ്പിള പള്ളിയിൽ തിരിച്ചു വന്നു. പള്ളിയിൽ എത്ര മാപ്പിളാരുണ്ട്? ഒരു മാപ്പിളയില്ല. 100 മാപ്പിളാര് കേൾക്കുമ്പോൾ ശ്രമിക്കുക. 100 മാപ്പിളാര് പള്ളിക്ക് പോയി. അതിലത്തെ 100 മാപ്പിള പള്ളിയിൽ തിരിച്ചു വന്നു. പള്ളിയിൽ എത്ര മാപ്പിളാരുണ്ട്? 99. 100 മാപ്പിള ഒരു പേരാണ്. ഇതാണ് നമ്മള് മറ്റേ പരീക്ഷയിലും ചോദ്യം ശരിക്കും വായിക്കില്ല, വായിക്കാണ്ട് ചാടിക്കൊരു ഉത്തരം എഴുതും, തെറ്റും ചെയ്യും. നല്ല കോൺഫിഡൻസ് ആയിരിക്കും. നമ്മളങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മൂച്ചേച്ചിയുടെ വീടെത്തി. നമ്മളിവിടെ ഈ വാവ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. ഇവിടെ ഇപ്പം നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടാ. ഞാൻ അപ്പൂപ്പ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേ. അപ്പം ഞാൻ അപ്പൂപ്പയെ വിളിക്കാനായിട്ട് പോവാണ്. അപ്പൂപ്പയുടെ കുടയില്ല. സോ രാവിലെ നല്ല വെയിലായിരുന്നു. ഇപ്പം കണ്ടോ പെട്ടെന്ന് മഴ പെയ്തു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഓക്കെ, നമുക്ക് അപ്പൂപ്പയെ പോയി വിളിച്ചിട്ട് വരാം. അപ്പൂപ്പ അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് പോയി, അപ്പൂപ്പ റൂമിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയാണല്ലോ. ഇവിടെ വന്നപ്പോൾ മഴ പെയ്തല്ലോ. വരും. ഇല്ല, കുട അവിടെ ഇല്ലാന്ന്. വരും, പോവാം. അവിടെ കുറെ കുടയുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ അപ്പൂപ്പയൊക്കെ പിക്ക് ചെയ്തതിന് ശേഷം ദേ അമ്മു ചേച്ചിയും ചേട്ടനും വീട്ടിലേക്ക് വന്നു. നമുക്കിനി അവരുടെ എൻട്രി കാണാം. ഓക്കെ ഗൈസ്, ഇവിടെ എല്ലാവരും ഇരിക്കാനായിട്ട് നമ്മളങ്ങനെ അവിടുത്തെ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. വീടല്ല, നമ്മുടെ റൂമിലോട്ട് പോവാണ്. കുറച്ച് നാൾ നമ്മുടെ വീട് അത് തന്നെയായിരുന്നല്ലോ ഗൈസ്. അപ്പോൾ അതാണ് എനിക്ക് പെട്ടെന്ന് വീടെന്ന് വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റൂമിലോട്ട് പോയിട്ട് ഇവിടെ അപ്പൂപ്പ നമുക്ക് രാവിലെ ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് ഞാവൽപ്പഴം അപ്പൂപ്പ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് സംഭവം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഐറ്റാണിത്. സോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 hours later. ഗൈസ്, അപ്പോൾ സമയം ഇപ്പോൾ 5 മണിയായിട്ടുണ്ട്. നമ്മളൊക്കെ റെഡിയായി. നമ്മൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. ആൻഡ് ദെൻ നമ്മളിങ്ങനെ ഇനി നമുക്ക് പോവാണല്ലേ. നമ്മൾ ഇന്ന് ഇവിടുന്ന് പോവാണ്. രാത്രിയാണ് നമ്മുടെ ട്രെയിൻ. 10:30ക്കാണ് നമ്മുടെ ട്രെയിൻ രാത്രി. സോ പക്ഷെ ഞങ്ങളിപ്പോൾ തന്നെ എല്ലാം റെഡിയാക്കി പെട്ടിയൊക്കെ ഒന്നും കൂടി സെറ്റ് ചെയ്തു. നമ്മൾ ഇന്നലെ രാത്രി തന്നെ പെട്ടിയൊക്കെ സെറ്റ് ചെയ്തു. ബട്ട് സ്റ്റിൽ ഇന്നിട്ടതും ഒക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്രസ്സെല്ലാം പെട്ടിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. ആൻഡ് അപ്പം അങ്ങനെ അതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല. നമ്മൾ പോകാനായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്.
ഡേ 4 4 ദിവസമാണ് നമ്മൾ കറക്റ്റ് 4 ദിവസമാണ് നിന്നത്. നമ്മൾ 22nd രാത്രിയാണ് എത്തിയത്. അത് നമ്മൾ കൂട്ടുണ്ടാക്കിയ രാത്രി ഒന്നും ചെയ്തില്ലല്ലോ. 23rd തുടങ്ങിയാണ് നമ്മുടെ ശരിക്കും നമ്മളെ പൂനെയിൽ 24 hours തൊട്ട് നിൽക്കാൻ തുടങ്ങി. 23rd, 24th, 25th, ഇന്ന് 26th, ഇന്നും ഫുള്ള് നിൽക്കും. ഓക്കെ, സോ യാ അങ്ങനെ ഞങ്ങൾക്ക് പോകണമെന്നൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് നല്ല അടിപൊളിയായിരുന്നു. ഇന്ന് രാവിലെയാണ് നമ്മളൊന്ന് അവിടുത്തെ പാർക്ക് വരെ ഒന്ന് പോയത്. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തന്നിട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണ് നടക്കുന്നത് അതൊക്കെ ഞാൻ ഇനി കാണിച്ചു തരാം. ഓക്കെ, ചേട്ടാ അതെ അപ്പൂപ്പി നിൽക്കുന്നുണ്ടേ. ചേട്ടാ ഞങ്ങൾക്കിന്ന് രാത്രിത്തെ ട്രെയിൻ ആയതുകൊണ്ട് പ്രിയവല്യമ്മയും രവിവല്യച്ചനും ബാലമുത്തച്ഛനൊക്കെ നമ്മുടെ റൂമിൽ വന്ന് പോണതിൻ്റെ കാര്യമൊക്കെ പറയായിരുന്നു. ആൻഡ് ദെൻ ഞാനും അമ്മുവും അപ്പൂപ്പ് വന്നില്ല കേട്ടോ, അപ്പൂപ്പ് വരുന്നില്ല എന്ന് പറഞ്ഞു. സോ അപ്പൂപ്പിക്ക് അവിടെ നിന്ന് ബായ് കാണിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും കൂടി കനകാൻറ്റിയുടെ കൂടെ നമ്മൾ പാനിപൂരി കഴിക്കാൻ പോവാണ് ഗൈസ്. പൂനെ വന്നിട്ട് നമ്മൾ പാനിപൂരി കഴിക്കാത്തത് ശരിയല്ലല്ലോ. സോ നമ്മുടെ ഹോട്ടലിൽ തന്നെ കുറച്ച് ഇപ്പുറത്ത് തന്നെയായിട്ട് പാനിപൂരി കടയുണ്ട്. സോ നമ്മൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ പാനിപൂരി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നാട്ടിലാണെങ്കിലും എവിടെ കിട്ടുകയാണെങ്കിൽ ഞാൻ കഴിക്കാറുണ്ട്. സോ ഇവിടുത്തെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ എല്ലാവരും കൂടി വന്നേക്കാണേ. നമ്മളവിടെ ആദ്യം പോയപ്പോൾ റഗഡ പട്ടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അത് ഈ ബേൽപൂരി പോലത്തെ ഐറ്റം തന്നെയാണ് കേട്ടോ. അമ്മുവിന് മധുരമുള്ളത് ഇഷ്ടമല്ല. എനിക്ക് ഏതായാലും ഇഷ്ടമാണ് പാനിപൂരി എന്ന് പറഞ്ഞാൽ. പാനിപൂരിയാണ്. പാനിപൂരി എവിടെ പാനി? അത് ഹിന്ദിയിൽ അങ്ങനെ ഇതാ. നമ്മൾ പാനിപൂരി കഴിക്കാൻ വന്നിരിക്കുകയാണ്. അതെ, സിസ്റ്റേഴ്സാണ് ഈ നിൽക്കുന്നത്. കാണാൻ ഒരേപോലെ തന്നെ ഉണ്ട് രണ്ടാളെ. കമലല്ല, കനകാൻറ്റി, തിലകാൻറ്റി. ബാലമുത്തച്ഛ കഴിച്ചിട്ടുണ്ടോ? രഗടാപ്പട്ടി കഴിച്ചിട്ടില്ല. അതതിന്റെ പേരെങ്ങനെയാണ്? പട്ടി എന്നാണ്. ആ, നമ്മളങ്ങനെ പറഞ്ഞ റഗഡ പട്ടി ഇവിടെ ആയിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ പേര് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണല്ലേ, കുറച്ച് ഫണ്ണി ആണെന്നുണ്ടെങ്കിലും എനിക്ക് പേര് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ. കമ്മിങ് ടു ദ ഫ്ലേവർ ഓഫ് ദിസ്, ഇതിലൊരു മധുരവും എരിവും കൂടിയുള്ള ടേസ്റ്റാണ്. സോ മധുരവും എരിവും ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സംഭവം എനിക്കിഷ്ടപ്പെട്ടു, ബിക്കോസ് എനിക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണ്. പക്ഷെ അമ്മൂന് ഇഷ്ടപ്പെട്ടില്ല, ബിക്കോസ് അവൾക്ക് ഈ മധുരവും എരിവും കൂടി ഇഷ്ടമല്ല കേട്ടോ. ബാക്കി എല്ലാവർക്കും അവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് 2 പ്ലേറ്റാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ പ്രകാശങ്ങളിലും അമ്മൂന് ഇഷ്ടപ്പെട്ടില്ല. പ്രകാശങ്ങൾ മെയിൻലി ഇങ്ങനത്തെ സംഭവം അങ്ങനെ പാനിപൂരി കഴിക്കാറില്ല. അതാണ് പ്രകാശങ്ങളിന് ഇഷ്ടപ്പെടാതിരുന്നത്. ആൻഡ് അമ്മൂന് ഈ മധുരം വന്നുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, എരിവിൻ്റെ കൂടെ. സോ അങ്ങനെ ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇല്ലില്ല, ഊതിയിട്ട് എടുത്താൽ മതി. അങ്ങനെ ഇതാക്കുന്ന അങ്ങനെ അങ്ങനെ ചൂടുണ്ട്. ഇവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് നമ്മളെല്ലാവർക്കും പാനിപൂരി പറഞ്ഞു. പാനിപൂരി ഈസ് മൈ ഓൾ ടൈം ഫേവറേറ്റ് സ്ട്രീറ്റ് ഫുഡ്. അതുകൊണ്ട് തന്നെയാണോ എന്നറിയില്ല, എനിക്ക് ഇവിടുത്തെ പാനിപൂരിയും ഇഷ്ടപ്പെട്ടു. അമ്മൂന് നമ്മൾ മധുരമില്ലാത്തത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അവൾക്ക് മധുരമില്ലാതെ ബാക്കി എല്ലാവർക്കും നോർമലി ഇവിടെ കിട്ടുന്ന പാനിപൂരിയാണ് നമ്മളെല്ലാവരും കഴിച്ചത്. സംഭവം എനിക്ക് പാനിപൂരി ഇഷ്ടപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. അമ്മൂന് മധുരം ഇടാത്തത് എനിക്ക് 2 ഇഷ്ടം. ഇതാണ് പ്രകാശങ്ങളുടെ അമ്മൂനോട് ഒരു കാര്യം ചോദിക്കാം. നിനക്ക് പൂനെയിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്?
പറ. എനിക്ക് നന്ദി ചേച്ചി ഒഴിച്ച് എല്ലാം ഇഷ്ടപ്പെട്ടു. മാരിയായിക്ക് പറ ഏതാണ് ഇഷ്ടമായത്, എന്ത് കാര്യമാണ് ഇഷ്ടം, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഫസ്റ്റ് തിങ് വെൻ പൂനെ എന്ന് പറയുമ്പോൾ ഇപ്പം നിന്റെ മനസ്സിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് എന്താ? ഓഡിറ്റോറിയം. ഏത്, സംഗീതിന്റെ ആണോ അതോ മറ്റേ കല്യാണത്തിന്? യാ, കല്യാണത്തിന്റെ അവൾക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. എനിക്കൊരു ഫോട്ടോ നന്നായി കിട്ടി. എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളോട് ഗൈസ്. വേറൊരു കാര്യം ഉണ്ടായി, ഞാൻ വണ്ടി ഓടിച്ചൂടെ? യാ ട്രൂ, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വണ്ടി ഓടിക്കാൻ. ഓടിക്കുന്നത് ഞാൻ ഇവിടെയാണ്, പൂനെയിലാണ് ഞാൻ ആദ്യമായിട്ട് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നത്. എനിക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനും ആൻഡ് ഒന്ന് പതുക്കെ ആക്സിഡൻറ്റ് കൊടുക്കാൻ മാത്രമേ എനിക്കറിയുള്ളൂ. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെയല്ല, ഞാൻ ഓടിച്ചുകൊണ്ട് എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ. പേടിയുണ്ട്, അപ്പം ഞാൻ ഇവിടെ വണ്ടി ഓടിക്കാൻ. ഓക്കെ, താങ്ക്സ് ടു രവി വല്യച്ഛൻ. എൻ്റെ കുറച്ചും കൂടെ എനിക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തത് ഇപ്പോൾ രവി വല്യച്ഛൻ കാരനാണ്. സോ ഞാനൊരു കുറച്ച് പേടിയുണ്ട്, ഓഫ് കോഴ്സ് എനിക്ക് നല്ല പേടിയുണ്ട് വണ്ടി എടുക്കാനൊക്കെ. അതായത് ആദ്യമായിട്ട് എടുക്കാം അല്ലേ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓടിക്കുന്ന കേസ്. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ന്. ഇറ്റ്സ് എ ഹാപ്പി ഡേ ഫോർ മീ ബിക്കോസ് എൻ്റെ അമ്മ വീട്ടിൽ വണ്ടി എടുക്കാൻ സമ്മതിക്കാറില്ല, അമ്മ സമ്മതിക്കാറില്ല. പക്ഷെ ഇവിടെ ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. യെസ്, സോ എനിക്കിത് നിങ്ങളോട് പറയണമെന്നുണ്ടേ, അതുകൊണ്ട് പറഞ്ഞാണേ. ഇനി മെല്ലെ മെല്ലെ ഒന്നും കൂടി കുറച്ചും കൂടി നന്നായി ഓടിക്കാൻ പഠിക്കണം. ഇത്തിരി പേടിയൊക്കെ മാറ്റാനുണ്ട് ഗൈസ്. അത് ഞാൻ പേടിയൊക്കെ മാറ്റി ഉറപ്പായി. ആ വണ്ടി ഇങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ ഹോൺ അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടി, അവരിങ്ങനെ വരുമ്പോൾ അതാണ് പേടി. അല്ലാണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം എന്തോ ഒരു കോൺഫിഡൻസ് ഉണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. യാ, ദാറ്റ്സ് ഓൾ. നമ്മളങ്ങനെ തിരിച്ച് പാനിപൂരിയൊക്കെ കഴിച്ച് എവിടെ ഹോട്ടലോക്ക് വന്നു. ഹോട്ടലോ ദിസ് ഈസ് അവർ ഹോട്ടലോയോ ആണോന്നറിയില്ല. സൂപ്പർ ഹോട്ടലോ അതാണ് നമ്മുടെ പേര്. ഇത് പ്രമോഷനൊന്നും അല്ല കേട്ടോ, സൂപ്പർ ഹോട്ടലോ അതെ. ബൊപ്പോടി. ഹായ് അപ്പൂപ്പ, ഞങ്ങൾ പാനിപൂരി കഴിച്ചു. അവൾക്ക് മധുരമില്ലാത്തത് മേടിച്ചു, ഞാൻ മധുരം രണ്ടും കഴിച്ചു. ഞാൻ എല്ലാം കഴിച്ചു. എന്താ റഗടാപ്പട്ടി കഴിച്ചു നിങ്ങള്? റഗടാപ്പട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വയറിപ്പോ ഫുള്ളായി പാനിപൂരി കഴിച്ചിട്ട്. ഞങ്ങൾ പാനിപൂരി കഴിക്കാൻ പോയതാ. പറയൂ, എന്താ പറഞ്ഞു പറയൂ. അതൊന്നല്ല, പറയൂ എന്താ പറഞ്ഞു പറയൂ. ഇല്ല, കാണില്ല, ആരും പറയൂ ഗൈസ്. അപ്പൂപ്പ പറയണം അമ്മൂമ്മയ്ക്ക് പാനിപൂരി മേടിച്ചു കൊടുക്കാനില്ല. കെയറിംഗ് ഹസ്ബൻഡിന് എവിടെ നിന്ന് കിട്ടും? A few moments later. ഗൈസ്, നമ്മൾ അമ്മു ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാനിപൂരിക്ക് ശേഷം വീണ്ടും ഫുഡ് കഴിക്കാൻ പോകുന്നു. ഞാൻ പാനിപൂരി കഴിച്ചിട്ട് ഭയങ്കര എനർജറ്റിക് ആയി. സോ എനിക്ക് വയ്യ, ഫുഡ് കഴിച്ച് മടുത്തൂലേ. ഓക്കെ ഗൈസ്, ഫ്രം നൗ ഓൺവേർഡ്സ് വിൽ ടോക്ക് ഇൻ ഇംഗ്ലീഷ് ബിക്കോസ് ചൈനയിലെങ്ങനെ ഇംഗ്ലീഷ് because Ammu wants to improve her communication skills. She knows English but she is not that confident to talk to others. That's the reason. I am confident when I am talking to the teacher. This is poor English. Because I can she is my sister. Yeah. So I can tolerate this, but others will think what is this girl speaking like that. So that's why she is too afraid. Yeah, so let's go. നമ്മളങ്ങനെ അമ്മുച്ചിയുടെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് നമുക്കിനി ട്രെയിനിൻ്റെ സമയമാവാറായിട്ടുണ്ട്. സോ അതിന് മുമ്പ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അപ്പോൾ അതിന് മുമ്പ് ഇവിടെയൊക്കെ എല്ലാവരെയും കണ്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണേ. സോ ദിസ് ഇസ് അമ്മു ചേച്ചീസ് പെറ്റ് ഡോഗ്. We are going from here. Hi. Bye. See you.
ഓക്കെ ഗൈസ് നമ്മളങ്ങനെ പൂനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. പ്രകാശങ്കളും നിൽക്കുന്നുണ്ട്. സോ നമ്മളെ കൊണ്ടാക്കാനായിട്ട് വന്നതാണ് പ്രകാശങ്കൾ. അപ്പൂപ്പ, അമ്മൂമ്മ, അമ്മു ആൻഡ് ഞാനാണ് പോകുന്നത്. പ്രവീൺ മാമൻ, രവി വല്യച്ഛൻ ആൻഡ് ബാലമുത്തച്ഛ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസിക്ക് പൂനെ വിട്ട് പോകാൻ തോന്നുന്നില്ല. അതാണ് ഞാൻ എല്ലാം തലത്തുരിച്ച് പറയുന്നേ. അപ്പൂപ്പയോട് ചോദിക്കാം നമുക്ക്, പൂനെ എങ്ങനെയുണ്ട്? പൂനെ എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ പറഞ്ഞു. അപ്പൂപ്പയ്ക്ക് വന്ന് പൂനെയിൽ എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എന്നാലും പെട്ടെന്ന് പൂനെ എന്ന് പറയുമ്പോൾ അപ്പൂപ്പയ്ക്ക് ഓർമ്മ വരുന്നത് എന്താണ്? ഓ, അപ്പൂപ്പയ്ക്ക് ഗാർഡനിൽ പോയതാണ് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, യാ, ഇതെന്താണ് കുളിക്കാൻ പോവാണോ? തോർത്ത് കൊടുത്തിട്ട് അപ്പൂപ്പ തോർത്തൊക്കെ എടുത്ത് പോവാണ്. അപ്പൂപ്പയ്ക്ക് നമ്മുടെ ചിരി ഇഷ്ടമല്ല ഗൈസ്. നമ്മുടെ രണ്ടുപേരെയും ചിരി അൺസൈക്കബിൾ ആണെന്നാണ് അപ്പൂപ്പ പറയുന്നത്. അത് ശരിയാട്ടോ, ഞങ്ങളുടെ ഒരു ഭയങ്കര ഇതായിട്ടുള്ള ചിരിയാണ്. ബട്ട് വാട്ട് ക്യാൻ വി ഡു? നമ്മുടെ ചിരി അങ്ങനെ ആയിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളങ്ങനെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ്. നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 6 ആണ് വരുന്നത്. സോ നമ്മുടെ ട്രെയിൻ ഒരു 11 o'clock നമ്മുടെ സ്റ്റാർട്ടിങ് ടൈം. അപ്പോൾ നമ്മളവിടെ നേരത്തെ എത്തി. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. നമ്മൾ 10 o'clock ആകുമ്പോഴത്തേനും അവിടെ എത്തി. ആൻഡ് ഇതേ നമ്മളങ്ങനെ എക്സ്കലേറ്ററിൽ പോകാമെന്ന് വെച്ച് ഞാനും അമ്മൂമ്മയും എല്ലാവരും കയറി. അപ്പൂപ്പയ്ക്ക് പേടിയുണ്ട് എക്സ്കലേറ്ററിൽ കയറാനായിട്ട്. ബട്ട് അപ്പൂപ്പ എങ്ങനെയൊക്കെയോ കയറി ഗൈസ്. അപ്പൂപ്പ ഭയങ്കര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ഭയങ്കര സൂപ്പർ ഹീറോനെ പോലെയാണ് അപ്പൂപ്പ വന്നത്. സോ ഗൈസ്, നിങ്ങൾ കണ്ടില്ലേ, അപ്പൂപ്പ മാസമായിട്ടാണ് വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൂപ്പ വന്നത്. ആൻഡ് നമ്മുടെ ട്രെയിൻ ഇവിടെ വന്ന് നിർത്തിയിട്ടുണ്ട്. ഇത് 11 മണിക്ക് സ്റ്റാർട്ട് ആവുള്ളൂ. ഇപ്പോൾ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അകത്തൊക്കെ. ഗൈസ്, നമ്മളെല്ലാവരും പോവാനായിട്ട് നിൽക്കുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ പൂനെയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് പോവാണ്. എവറിത്തിങ് ഹിയർ സീംസ് സോ ലവ്ലി. The place, the people, the food, the culture, and what else? When we sit back and remember all those memories flashing through our eyes, we feel overjoyed and overwhelmed and be grateful for whatever has happened in our life in the past 2 days. The idea about coming with our grandparents was indeed a roller coaster filled with happiness. The fun we had with our Appupa and Ammumma has a long-lasting memory from Pune. Saying bye to Pune was hard, but whenever I miss Pune, I could take my vlog and see Pune through my eyes. We enjoyed a lot here. Thank you Pune for all those memories. So that was a small piece of memory from Pune. അപ്പോൾ നമ്മളങ്ങനെ ട്രെയിനൊക്കെ കയറി നമ്മളിനി പോവാനായിട്ട് പോവാണ്. മീൻസ് പൂനെയിൽ നിന്ന് നമ്മൾ നമ്മുടെ പാലക്കാടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പൂനെയിൽ നിന്ന് നമ്മളൊരു 11 o'clock ട്രെയിൻ. സോ നമ്മളങ്ങനെ അവിടെ ഇവിടുന്ന് നമ്മൾ 26th കയറിയത്. നമ്മളിനി 28th മോർണിംഗ്, അതായത് പുലർച്ചെ 1 o'clock ആകുമ്പോഴാണ് അവിടെ എത്താം. സോ നമ്മളവിടെ അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ പൂനെയിൽ നിന്ന് ലീവ് ചെയ്യാണ് ഗൈസ്. ഓക്കെ,
നമ്മളങ്ങനെ പാലക്കാട് എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. കുക്കു കുക്കു വന്നു. സോ വിത്ത് എ ബഞ്ച് ഓഫ് മെമ്മറീസ് നമ്മളങ്ങനെ പാലക്കാട് എത്തി. നല്ല ക്ഷീണമുണ്ട്. ബിക്കോസ് പോകുമ്പോൾ നമ്മൾ ഇത്തിരി എക്സൈറ്റഡ് ആയതുകൊണ്ട് ക്ഷീണം തോന്നിയില്ല. വരുമ്പോൾ നമുക്ക് അത്ര ഒരു എക്സൈറ്റ്മെൻറ്റ് ലെവൽ കുറവായിരുന്നു. അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ആൻഡ് ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു. അടുത്തൊരു പുതിയ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ബൈ.